സത്യത്തിൽ ഏറ്റവും അധികം ധാർമ്മികമായി മുന്നിൽ നിൽക്കേണ്ടത് മുസ്ലിങ്ങളാണ്. മതപഠനം, ധാർമ്മിക പഠനം കിട്ടുന്ന മറ്റൊരു വിഭാഗം ഈ രാജ്യത്തില്ല. അങ്ങനെ ഇതൊന്നും ഒരു തെറ്റല്ലാത്ത കാര്യമാണ് എന്ന രീതിയിലാണ് പൊതു മുസ്ലിം സമൂഹം കരുതുന്നതും വിശ്വസിക്കുന്നതും. പറഞ്ഞു കൊടുക്കേണ്ട ആളുകൾ തന്നെ വളരെ മോശമായിട്ടുള്ള ജീവിത രീതികൾ അവലംബിക്കുന്നു. ജലീൽ പറഞ്ഞ കാര്യം പരിശോധിക്കേണ്ടിയിരിക്കും. എല്ലാ മതത്തിൽ നിന്നുള്ള ആൾക്കാർക്ക് ഇത് പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ഞാൻ പറയുന്ന ഇതൊരു മതം തിരിച്ചുള്ള പ്രശ്നമല്ല. ഇത് കേരളത്തിലെ യുവജനത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഇവിടെ മതമല്ല ഇവിടുത്തെ പ്രശ്നം, ലഹരിയാണ് പ്രശ്നം. നമ്മളൊരു പഠനം നടത്തി നോക്കുക. ഇപ്പോ MDMA കൈവശം വെച്ചതിന്, കഞ്ചാവ് കടത്തിയതിന് ഒക്കെ പിടിക്കപ്പെട്ട ആളുകളെ പരിശോധിച്ചാൽ അവരെല്ലാവരും മദ്രസകളിൽ പോയിട്ടുണ്ട്. സത്യത്തിൽ ഏറ്റവും അധികം ധാർമ്മികമായി മുന്നിൽ നിൽക്കേണ്ടത് മുസ്ലിങ്ങളാണ്. കാരണം മുസ്ലിങ്ങളെപ്പോലെ മതവിദ്യാഭ്യാസം, മതപഠനം, ധാർമ്മിക പഠനം കിട്ടുന്ന മറ്റൊരു വിഭാഗം ഈ രാജ്യത്തില്ല. ഹിന്ദു കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള മതവിദ്യാഭ്യാസവും അവരുടെ ചെറുപ്പകാലത്ത് കിട്ടുന്നില്ല. അവരോട് ആരാണ് പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾ കളവ് നടത്തരുത്, നിങ്ങൾ മദ്യപിക്കരുത്, നിങ്ങൾ ഇത്തരത്തിലുള്ള ലഹരി സാധനങ്ങൾ കൊണ്ടു നടക്കരുത് എന്ന് അവർക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു പുരോഹിതനിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നില്ല, കഴിഞ്ഞിട്ടുമില്ല. അങ്ങനെ ഒരു മദ്രസയിലോ ഒരു ക്ഷേത്ര പാഠശാലയിലോ പോകാത്ത സഹോദര സമുദായങ്ങൾ പുലർത്തുന്ന ആ ഒരു ധാർമ്മിക ബോധം പോലും മദ്രസയിൽ പോകുന്നു എന്ന് പറയപ്പെടുന്ന മുസ്ലിം സമുദായത്തിൽ നിന്ന് ഉണ്ടാകുന്നില്ല എങ്കിൽ അതെന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധിക്കാൻ. ഞാൻ 10-12 വർഷക്കാലം ഒരു കോളേജിലെ അധ്യാപകനായിരുന്നു. എനിക്കറിയാം ഇവിടെ അധ്യാപകന്മാരുണ്ടാകും. നമുക്ക് സത്യസന്ധമായി നമ്മളുടെ നെഞ്ചത്ത് കൈവച്ചു പറയാൻ സാധിക്കും, അച്ചടക്കത്തിന്റെ കാര്യത്തിൽ, അധ്യാപകരെ ബഹുമാനിക്കുന്ന കാര്യത്തിൽ മുസ്ലിം കുട്ടികളാണോ? ഇതൊക്കെ മുസ്ലിം കുട്ടികൾക്ക് പാഠശാല മദ്രസകളിൽ നിന്ന് നൽകപ്പെടുന്നുണ്ട്, പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അവരെ. പക്ഷെ അവരാണോ ഇതൊന്നും ചെറുപ്പകാലത്ത് ആരും പറഞ്ഞു കൊടുക്കാത്ത മറ്റു സമുദായങ്ങളിൽ പെടുന്ന കുട്ടികളാണോ കൂടുതൽ അച്ചടക്കമുള്ളവരായി, അമറുള്ളവരായി കോളേജുകളിൽ, സ്കൂളുകളിൽ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളിൽ ഉള്ളത്? എന്തോ ഒരു വലിയ തകരാറ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെ വേണ്ട വിധം നമ്മളെല്ലാവരും ഒരുമിച്ച് നേരിട്ടില്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതം വളരെ വലുതാണ്. ആ കാര്യത്തിൽ എല്ലാവരും ഒരു ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. പണത്തോടുള്ള ആർത്തിയാണ്, മോഹമാണ് ഇതിനൊക്കെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് MDMA കടത്തുന്നത്? എന്തിനാണ് ലഹരി വസ്തുക്കൾ കടത്തുന്നത്? അതവര് വിൽപ്പന നടത്തുന്നതും അതിന്റെ കാരിയർമാരാകുന്നതും പണം കിട്ടാൻ വേണ്ടിയാണ്. സ്വർണം പണം കിട്ടാൻ വേണ്ടി നമ്മൾ കൊണ്ടുവരുന്നു, ലഹരി വസ്തുക്കൾ പണം കിട്ടാൻ വേണ്ടി നമ്മൾ കടത്തുന്നു. അങ്ങനെ ഇതൊന്നും ഒരു തെറ്റല്ലാത്ത കാര്യമാണ് എന്ന രീതിയിലാണ് പൊതുസമൂഹം, പൊതു മുസ്ലിം സമൂഹം കരുതുന്നതും വിശ്വസിക്കുന്നതും. അക്കാര്യത്തിൽ ശരിക്കും ഒരു ഇടപെടൽ മതസംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. വെള്ളിയാഴ്ച ഖുതുബകളിൽ പറഞ്ഞു കൊടുക്കേണ്ടത് പുതിയ കാലത്ത് ഈ കാര്യങ്ങളെക്കുറിച്ചാണ്. ധനത്തോടുള്ള ആർത്തി അവസാനിപ്പിക്കുക, പണത്തോടുള്ള മോഹം ഇല്ലാതാക്കുക. അത് മാത്രമാണ് ഇതൊക്കെ തടയാനുള്ള ആത്യന്തികമായിട്ടുള്ള വഴി എന്ന് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും നമുക്ക് കഴിയുന്നത് പോലെ മാതൃകകളാകാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ചെറുപ്പക്കാർക്ക്, ആളുകൾക്ക് ഒന്നും ആരെയും വിശ്വാസമില്ലാത്ത സ്ഥിതിയാണ്. ആരെ വിശ്വസിക്കും അവര്? കാരണം ഇതൊക്കെ പറയുന്ന അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ട ആളുകൾ തന്നെ വളരെ മോശമായിട്ടുള്ള ജീവിത രീതികൾ അവലംബിക്കുന്നു. ഈ വീഡിയോ ന്യൂസ് 18-നുള്ളതാണ്. ജലീൽ പറഞ്ഞ കാര്യം പരിശോധിക്കേണ്ടിയിരിക്കും. ഒരു മൂലയിൽ ഒതുങ്ങിയുള്ള സംസാരങ്ങൾക്കകത്ത് ഇത് വരുന്നുണ്ട്, എൻ്റെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ട്. വാർത്തകളിൽ വരുമ്പം ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ പേരുകൾ കൂടുതലാണ്, മറ്റുള്ളതും ഉണ്ട്, കൂടുതലാണെന്നുള്ളതാണ്. അത് ജലീലിൽ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹം തുറന്ന മനസ്സോടെ സംസാരിച്ചാണ്. തൻ്റെ സമുദായത്തിലുള്ള ആൾക്കാർ നേർവഴിക്ക് വരണമെന്ന് അദ്ദേഹം കുറ്റം പറയാൻ പറ്റില്ല. അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ്. അപ്പം അത് മതപഠനം എന്ന് പറയുമ്പം ഹൈന്ദവർക്കും ഉണ്ടായിരുന്നു. 2010 സമയങ്ങളിലൊക്കെ ഹൈന്ദവ ദേവാലയങ്ങൾക്കടുത്ത് ഒരു ഷെഡിട്ട റൂമോ എന്തെല്ലോടെയായിട്ട് ഇങ്ങനെ പഠനം നടക്കുന്നത്.
വിദ്യാർത്ഥികൾക്ക് മതപഠനം നടത്തി കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ക്രൈസ്തവർക്ക് അത് പണ്ട് പോലെ ഉണ്ട്. ഇന്നും ക്രൈസ്തവർക്ക് സൺഡേ സ്കൂൾ മതപഠനമാണ് അവിടെ നടക്കുന്നത്. ബൈബിളിൽ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പല കൽപ്പനകൾ, കർത്താവിൻ്റെ ജീവിതവും ഒക്കെയാണ് പറഞ്ഞു പോകുന്നത്. മുസ്ലിംസിന് അവരുടെ നബി സംബന്ധമായ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. മതത്തിൻ്റെ പഠനങ്ങളെല്ലാം കൊണ്ടുവരുന്നത് കുട്ടികളിൽ നന്മ വളരാൻ വേണ്ടി, അവർ നല്ലൊരു ജീവിതത്തിലോട്ട് മാറാൻ വേണ്ടി ദൈവഭയത്തിൽ ജീവിക്കുക എന്നുള്ളതാണല്ലോ മതം പറഞ്ഞു പോകുന്നത്. പുള്ളി ഇത് ഓപ്പണായിട്ട് പറഞ്ഞു, പലരും ഇത് ഓപ്പണായിട്ട് പറയുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഇങ്ങനെയുള്ള മതസംബന്ധമായ കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയുമ്പോൾ രാഷ്ട്രീയക്കാർ ഭയക്കുന്ന വോട്ടിനെ ബാധിക്കുമോ? പറഞ്ഞു വരുമ്പം അത് കോംപ്ലിക്കേറ്റഡ് ആവുമോ? കോംപ്ലിക്കേറ്റഡ് ആയിക്കഴിഞ്ഞാൽ തനിക്കെതിരെയുള്ള സോഷ്യൽ മീഡിയ അറ്റാക്ക്, ഇപ്പം ജലീൽ ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ജലീലിന് നേരെ സോഷ്യൽ മീഡിയ അറ്റാക്ക് ഉണ്ടാവും, അയാളെ വിമർശിക്കും. ഇനി വേറെ കാണാൻ പോകുന്ന ചില ഉസ്താദുക്കൾ യൂട്യൂബ് ചാനലിൽ വന്ന് ജലീലിന് മറുപടി കൊടുക്കുന്നു, ഇന്ന ഉസ്താദ് എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിയുടെ യൂട്യൂബ് ചാനലിടും. പുള്ളിയായിട്ട് ലിങ്ക് ചെയ്ത് നിൽക്കുന്ന അവരുടെ സമുദായത്തിൻ്റെ യൂട്യൂബ് ചാനലുകളെല്ലാം ഇതിങ്ങനെ ഹെഡ്ലൈൻ കൊടുത്ത് അങ്ങോട്ടേക്കും. ഇതാണ് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നത്. കുട്ടികളിൽ ഈ പ്രശ്നം ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മതപുരോഹിതന്മാർ പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ്. അതിപ്പോൾ ഏത് മതമാണെങ്കിലും, എൻ്റെ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ക്രൈസ്തവ മതമാണെങ്കിലും ഹൈന്ദവ മതമാണെങ്കിലും മുസ്ലിം മതമാണെങ്കിലും ഇവിടെയൊക്കെയുള്ള മതപുരോഹിതർ പരിശോധിക്കേണ്ട കാര്യമാണ് കുട്ടികളിലോട്ട്. ഈ കുട്ടികൾ ഇങ്ങനെയുള്ള രീതിയിൽ പോകുമ്പോൾ, കാരണം അവരുടെ അടുത്ത് മതം പഠിക്കാൻ വരുന്ന കുട്ടികൾ അവർ ഈ ഒരു അവസ്ഥയിലോട്ട് എത്തുമ്പം അവരുടെ പഠനം, ഇവർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കുട്ടികളിലോട്ട് എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നത്. ഇവർ നല്ല കാര്യങ്ങളാണല്ലോ പറഞ്ഞു കൊടുക്കുന്നത് എന്നാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികളത് എന്താണ് ഉൾക്കൊള്ളാത്തത്? അല്ല ഇവർ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ മിസ്റ്റേക്കാണോ? അല്ല ഇവർക്ക് ഈ മതം പറഞ്ഞു കൊടുക്കുന്നത് അവർക്ക് താല്പര്യമില്ലേ? ഇവിടെ ഞാൻ പറയുന്നത് മതമല്ല ഇവിടെ പറഞ്ഞു കൊടുക്കേണ്ടത്. ഒരു ബേസിക്കായിട്ട് നമുക്ക് വേണ്ടത് നല്ല സിറ്റിസൺ ആകുക എന്നുള്ളതാണ് ഇവിടെ വേണ്ടത്. നല്ലൊരു സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ മതം പഠിപ്പിച്ചോ, മതം പറഞ്ഞു, അതൊക്കെ വ്യക്തിപരമായ കാര്യം. പഠിക്കാൻ പോകണോ, അതിൽ വലിയൊരു ഭാഗം പറഞ്ഞു കൊടുക്കേണ്ട കാര്യം നിയമപരമായ കാര്യങ്ങളുള്ള കുട്ടികളെ പഠിപ്പിക്കണം. സ്കൂൾ ജീവിതം മുതൽ പഠന ക്ലാസ്സുകൾ മുതൽ കുട്ടികൾക്ക് വേണ്ടത് ലീഗൽ അവയർനെസ് കൊടുക്കണം. നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ പണിഷ്മെൻറ്റ്സ് എന്തൊക്കെയാണ്. ഇപ്പോൾ MDMA മറ്റ് ലഹരി ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുമ്പം ഒരു കേസ് വന്നു കഴിഞ്ഞാൽ എന്താണ് പണിഷ്മെൻറ്റ്സ്? അത് പഠിച്ചു കഴിയുമ്പം ആ കുട്ടിയിൽ എന്താണ് തോന്നുന്നത്, ഇത് ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്ന് അയാളുടെ മനസ്സിൽ കിടക്കും. അത് ഉള്ളിൽ വരുത്തുക എന്നുള്ളതാണ്. മതപഠന കേന്ദ്രമാണെങ്കിലും സ്കൂളിലാണെങ്കിൽ അത് പറഞ്ഞു കൊടുത്തു കുട്ടിയുടെ ഉള്ളിൽ, അതായത് ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ ഇത് ഇൻജെക്റ്റ് ചെയ്യണം. അതായത് നിയമം പഠിക്കുന്നത് തെറ്റെന്തിരിക്കുന്നത്? നമ്മളെന്തിനാണ് ഭൂമിയിൽ ജീവിക്കുന്നത്? നല്ലൊരു സിറ്റിസണായി മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാതെ, മറ്റുള്ളവർക്ക് ആർക്കും ശല്യം ചെയ്യാതെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കും. അതാണല്ലോ നമ്മൾ എല്ലാവരും ചെയ്യുന്നത്. ജനിക്കുമ്പോൾ നമ്മളെല്ലാവരും മരിക്കാനാണല്ലോ ജീവിക്കുന്നത്. ആ ഇടസമയം ആർക്കും ദ്രോഹം ചെയ്യാതിരിക്കുക, അതാണല്ലോ അടിസ്ഥാനപരമായ കാര്യം. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കി മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാതെ, ഉപകാരം ചെയ്യലും ദ്രോഹം ചെയ്യാതെ ജീവിക്കുക എന്നുള്ളതാണ് ഒരു പൗരൻ, ഏത് രാജ്യത്തുള്ള പൗരന് അതാണ് ആദ്യം വേണ്ടത്. നമ്മുടെ ഇവിടുത്തെ നിയമം എന്താണെന്നുള്ളത്, ആ നിയമത്തിൻ്റെ പണിഷ്മെൻറ്റ്സ് എന്താണെന്നുള്ളത് പഠിച്ചു കഴിയുമ്പം ഈ കുട്ടി ഒരു പ്രായപൂർത്തിയാകുമ്പോൾ അയാൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ തൻ്റെ ബാല്യം മുതൽ തന്നെ, അതായത് ഒരു യൗവനത്തിലോട്ട് കയറുമ്പോൾ തന്നെ അയാൾക്ക് മനസ്സിലാവും ഇന്നത് ചെയ്ത പ്രശ്നമാണ്. മതപരമായി പറഞ്ഞു കൊടുക്കുമ്പോൾ ദൈവം ശിക്ഷിക്കും ഒക്കെ പറയും, അതെല്ലാവർക്കും ഒന്നും ആക്സെപ്റ്റബിൾ ആണെന്നില്ല. നീ ഇന്ന കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ദൈവം നിന്നോട് ചോദിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ നമ്മളതൊക്കെ വിശ്വസിക്കും കുട്ടികൾ. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നില്ല കുട്ടികളിലോട്ടത് ആക്സെപ്റ്റബിൾ ആകത്തില്ല. കാരണം കാലഘട്ടം മാറി. ഇന്നിപ്പോൾ എല്ലാവരുടെയും കയ്യിൽ മൊബൈലുള്ളൊരു കാലഘട്ടമാണ്. അവരുടെ ജീവിത രീതിയും ഒക്കെ ഒരുപാട് മതം പഠിപ്പിക്കുന്നവരും മൊബൈലിലാണ്, മതം പഠിക്കാൻ വരുന്നവരും മൊബൈൽ യുഗമാണ്. ഇപ്പോൾ AI ജീവിക്കുകയാണ്. ഇപ്പോൾ സ്കൂളിൽ പോലും നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വോമിറ്റ് ചെയ്ത് പേപ്പറിൽ കാലഘട്ടം കഴിഞ്ഞു. AI കാലഘട്ടം എത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കയ്യിൽ എല്ലാവരുടെയും മൊബൈലുണ്ട്. നമ്മൾ പഠിക്കുന്ന കാര്യം എന്തിനാ കാണാപ്പാടം പഠിച്ചിട്ട് വോമിറ്റ് ചെയ്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുകയാണ് മൊബൈൽ ഫോൺ. പഠന രീതിയും മാറുന്ന സമയം, പക്ഷേ നമ്മുടെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ മാറി വർഷങ്ങൾ കഴിഞ്ഞ് നമ്മുടെ ഇന്ത്യയിലോട്ടൊക്കെ ആ പഠന രീതി മാറ്റം വരുള്ളൂ. മനുഷ്യനായിട്ട് രൂപീകരിച്ചാണ് മതം. സത്യം പറഞ്ഞാൽ എന്തിനാണ് നമുക്കൊരു സമാധാനവും സ്വസ്ഥതയും ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് മതം മൂലം നമുക്കിപ്പോൾ സ്വസ്ഥതകളുണ്ടായിരിക്കുന്നത് പലപ്പോഴും. എന്താണ് മതപുരോഹിതർ പറയുന്നത്? സ്ത്രീകൾ അങ്ങനെ യാത്ര ചെയ്യല്, പോകല്, ഇങ്ങനെയുള്ള ഒരുപാട് സ്ത്രീകളുടെ കാര്യത്തിൽ ഇടപെടുന്ന സമയത്ത്
കുറച്ചുകൂടെ ഈ കുട്ടികളുടെ കാര്യത്തിൽ ഇടപെട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തുമാത്രം നല്ലതായിരിക്കും. അതുപോലെ തന്നെ ക്രൈസ്തവ സമൂഹത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് ചില പാസ്റ്റേഴ്സ് പോലത്തെ ആൾക്കാർ, അവർ ചാനൽ തുടങ്ങിയിരിക്കുന്നത് തന്നെ മതത്തെക്കുറിച്ച് സംസാരിക്കാൻ. അവരും ഇന്നത് പറഞ്ഞ ആൾക്ക് താക്കീത്, അല്ലാതെ ഇന്ന പറഞ്ഞ ആൾക്ക് മറുപടി കൊടുക്കാൻ വേണ്ടി തന്നെ ഒരു ചാനൽ ഉണ്ടാക്കി വെച്ച്. ഈ പറയുന്ന വ്യക്തി ഇവരും തമ്മിലൊരു ബന്ധവും കാണില്ല, പക്ഷെ മറുപടി കൊടുക്കാൻ വേണ്ടി. ഇവർ ദൈവവിശ്വാസി അല്ലെന്നുണ്ടെങ്കിൽ ദൈവത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് നന്മ പറഞ്ഞു കൊടുക്കുക, അല്ല വരും തലമുറയ്ക്ക് നല്ലത് ചെയ്യാനുള്ള പ്രചോദനം കൊടുക്കുക, അല്ലാതെ നല്ല താക്കീത് കൊടുക്കുന്നതാണ് ഇവർ പഠിച്ചിരിക്കുന്നത്. ഈ പറയുന്ന പുതുതലമുറ ജലീൽ പറഞ്ഞ പോലെയുള്ള അവരെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഈ പണം മാത്രമല്ല, ഈ മുതിർന്നു നിൽക്കുന്ന ആൾക്കാർ, നമ്മളെപ്പോലെ മുതിർന്നവർ വന്ന് സോഷ്യൽ മീഡിയയിൽ പറയുന്ന കാര്യങ്ങൾ, അത് നമ്മൾ മുതിർന്നവർ വന്ന് കമൻറ്റ് ബോക്സിലിടുന്ന കമൻറ്റുകൾ, തെറിവിളിയും ഇതൊക്കെ ഈ കുട്ടികളുടെ മാനസിക നില സ്വാധീനിക്കുന്നുണ്ട്. എല്ലാ മതത്തിൽ നിന്നുള്ള ആൾക്കാർക്ക് ഇത് പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ഞാൻ പറയുന്ന ഇതൊരു മതം തിരിച്ചുള്ള പ്രശ്നമല്ല, ഇത് കേരളത്തിലെ യുവജനത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. അതാണ് പ്രധാനം, യുവജനത്തെ അല്ലെന്ന് പറയാൻ പറ്റും. യുവജനം എന്ന് പറയുമ്പോൾ എല്ലാ മതസ്ഥരും പെടുന്നുണ്ട്. ഇവിടെ മതമല്ല ഇവിടുത്തെ പ്രശ്നം, ലഹരിയാണ് പ്രശ്നം. യുവാക്കൾക്കിടയിലെ ലഹരിയാണ് പ്രശ്നം. അദ്ദേഹം പറഞ്ഞത് പരിശോധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.